Dear students, നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ. ട്രിഗണോമെട്രിയിൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സും അതിൻ്റെ ആംഗിൾസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ട്രിഗണോമെട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈ പാഠത്തിൻ്റെ തുടക്കം. ന്യൂ നമ്പേഴ്സ് എന്ന പാഠത്തിൽ നമ്മൾ റൂട്ട് 2, റൂട്ട് 3യെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ, അതുമായി കണക്ഷനുള്ള ഭാഗമാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ നമ്മൾ പരിചയപ്പെട്ട രണ്ട് തരത്തിലുള്ള റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. രണ്ട് ആംഗിൾസ് 45-45ഉം ഒന്ന് 90യുമായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ. അതേപോലെ തന്നെ ഒരു ആംഗിൾ 30, ഒരു ആംഗിൾ 60, മറ്റൊരു ആംഗിൾ 90. ഇങ്ങനെ 3 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഈ സൈഡ് 1, ഈ സൈഡ് 1, രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ വീതമാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമുക്ക് അവിടെ റൂട്ട് 2 മീറ്റർ എന്ന് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ അന്ന് നമ്മൾ ആംഗിൾസിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇതെത്ര ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിളായി മാറും. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. ഇഫ് 2 angles of a triangle are equal, it is called isosceles triangle. Okay, if 2 sides of a triangle are equal, then also it is called isosceles triangle. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും തുല്യമാണല്ലോ. അങ്ങനെ രണ്ട് ആംഗിൾസ് 45ഉം 45ഉം മൂന്നാമത്തത് 90യുമായിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ വീതമാണെങ്കിൽ ഇത് റൂട്ട് 2 ആയിരിക്കുമെന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 × റൂട്ട് 2 ആണ് റൂട്ട് 2. ഇതിനെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഹൈപ്പോട്ടന്യൂസ് കിട്ടും എന്നാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. ഇതേപോലെ തന്നെ 45ഉം 90യും ഡിഗ്രിയുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. ഈ സൈഡ് 3 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ സൈഡും എത്ര തന്നെ ആയിരിക്കും? 3 ആയിരിക്കും. എങ്കിൽ ഈ 3യുടെ റൂട്ട് 2 മൾട്ടിപ്പിൾ ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 2 ആയിരിക്കും. ഓക്കെ, ഇതിനെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് കിട്ടും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2 ആണെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ബൈ റൂട്ട് 2 ഈസ് ഈക്വൽ ടു 1. അതായത് ഹൈപ്പോട്ടന്യൂസിനെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 3 റൂട്ട് 2 ആണ്. അതിനെ എന്ത് ചെയ്യുക? റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. അതാണെന്ത്? പെർപെൻഡിക്കുലർ സൈഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് അറിയാമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിനെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ്സ് കിട്ടും. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. ഇതേ പ്രത്യേകതയുള്ള റൈറ്റ് ട്രയാങ്കിൾ 45, 90 ഡിഗ്രി ആംഗിളുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 10 മീറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്? ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെയും മെഷർ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 3 റൂട്ട് 2നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 കിട്ടി. റൂട്ട് 2നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 കിട്ടി. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? 10നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും എന്ത്? ഈ സൈഡ് 10 ബൈ റൂട്ട് 2. ഇവിടെയും 10 ബൈ റൂട്ട് 2 ആയിരിക്കും. ഈ 10 ബൈ റൂട്ട് 2നെ നമുക്ക് മറ്റൊരു രീതിയിൽ
മാറ്റാൻ പറ്റും. എങ്ങനെ പറ്റുക? ഈ ഡിനോമിനേറ്റർ എന്താണ് √2 ആണെങ്കിൽ, അതായത് ഒരു ന്യൂ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ √2 √3 പോലെയുള്ള ന്യൂ നമ്പേഴ്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇതൊരു ഇറേഷണൽ നമ്പർ എന്ന് പറയാം. ഈ ഇറേഷണൽ നമ്പറിനെ നമുക്ക് റേഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2, 3, 4 പോലെയുള്ള നമ്പേഴ്സിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ ഇങ്ങനെ ഇറേഷണൽ നമ്പർ ആകുമ്പോൾ, ന്യൂ നമ്പർ ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും ഇതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. √2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, √2 × √2 ഈസ് ഈക്വൽ ടു 2. √3 × √3 ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെ കിട്ടാം. അപ്പോൾ ന്യൂമറേറ്റർ 10√2ഉം ഡിനോമിനേറ്റർ 2 ആയി മാറും. √2 × √2 ഈസ് ഈക്വൽ ടു 2. ഈ 10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 5. ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറും? 5√2 എന്ന് കിട്ടും. അതായത് ഇതിനെ നമുക്ക് 5√2 എന്ന് എഴുതാം. ഇവിടെയും 5√2 എന്ന് എഴുതാം. അതായത് ഇത്രയേ ഉള്ളൂ. ഈ √2 താഴെ വന്നാൽ, ഡിനോമിനേറ്ററിൽ വന്നാൽ ന്യൂമറേറ്ററിൻ്റെ ഹാഫ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ √2 എഴുതുക. ഓക്കെ, 10/√2. അപ്പോൾ 10ൻ്റെ ഹാഫ് 5, എന്നിട്ട് √2 എന്ന് എഴുതുക. അപ്പോൾ 10/√2 ഈസ് ഈക്വൽ ടു 5√2. ഇപ്പോൾ 12/√2 ആണ് വിചാരിക്കുക. 12/√2. അപ്പോൾ 12ൻ്റെ ഹാഫ് 6 എടുക്കുക, എന്നിട്ട് 6√2 എന്ന് എഴുതുക. അപ്പോൾ 12/√2 ഈസ് ഈക്വൽ ടു 6√2 എന്ന് മനസ്സിലാക്കുക. അതുപോലെ 20/√2 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ്സ് ഈക്വൽ ടു 10√2. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസുള്ള ട്രയാങ്കിൾസാണ്. ആ ട്രയാങ്കിൾസിലെല്ലാം എന്താണ്, പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ മെഷറിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹൈപ്പോട്ടെന്യൂസിൻ്റെ മെഷർ കിട്ടും. അതേപോലെ ഹൈപ്പോട്ടെന്യൂസിൻ്റെ മെഷർ എന്ത് തന്നാലും അതിനെ √2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്, മെഷേഴ്സ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ. ഇനി നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ പരിഗണിക്കുകയാണ്. ഇതും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. അതായത് 9ാം ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചപ്പം ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ഉണ്ടായി. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വെർട്ടെക്സ് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബൈസെക്ട് ദി ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിന് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാ സൈഡ്സും 2 മീറ്റർ വീതമുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് 1ഉം 1ഉമായി മാറും. അങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എല്ലാ ആംഗിൾസും എന്താണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിൾ ആകെ 60 ആണ്. പക്ഷേ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്റ്റ് ചെയ്യപ്പെടും പോലെ, 2 ഈക്വൽ സൈഡ്സായി മാറുന്നത് പോലെ തന്നെ ഈ ആംഗിളും ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആംഗിൾ 60 എന്നുള്ളത് 30 ആയി മാറും. അപ്പോൾ ഇത് എത്രയാണ്? 30 ആണ്. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ മാത്രം മാറ്റി വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ മാറ്റി വരച്ചാൽ ദിസ് ഈസ് 60 ആൻഡ് ദിസ് വൺ ഈസ് 2 ആൻഡ് ദിസ് ആംഗിൾ ഈസ് 30 ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇത് നമുക്ക് 1 കിട്ടി. ഇനി നമ്മൾ ഇതിന് പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്താൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണിത്, പൈതഗോറസ് തിയറം. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇതൊക്കെ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ആൾട്ടിറ്റ്യൂഡാണ്. ഓക്കെ, ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എ ബി തന്നെ എഴുതാം. ഇവിടെ മേലെ ഒരു എ ഉള്ളത് കൊണ്ട് എ ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ദിസ് ഈസ് 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ എ ബി സ്ക്വയർ 3 ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് വാട്ട്? √3. അപ്പോൾ ഇത് എങ്ങനെ √3 വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ചെയ്തു എന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ ഇത് 30, 60, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് ആ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ഓക്കെ, ഏറ്റവും നീളം കുറഞ്ഞുള്ള സൈഡ് ഇതായിരിക്കും. പിന്നെ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 30യേക്കാൾ വലിയ ആംഗിളാണ് 60, 60യേക്കാൾ വലിയ ആംഗിളാണ് 90. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിരിക്കും രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിനേക്കാൾ കുറച്ചും കൂടെ നീളം കൂടുതലുള്ള സൈഡ് ഇതായിരിക്കും. ഏറ്റവും നീളം കൂടുതലുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈപ്പോട്ടന്യൂസിൻ്റെ നേർ പകുതിയാണെന്ത്? ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് മനസ്സിലാക്കുക. ഹൈപ്പോട്ടന്യൂസ് എത്രയാണോ അതിൻ്റെ നേർ പകുതിയാണ് ഷോർട്ടസ്റ്റ് സൈഡ്. ആ ഷോർട്ടസ്റ്റ് സൈഡ് ഇൻറ്റു √3, 1 ഇൻറ്റു √3 ആണെന്ത്? √3. അപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ, ഇതേ മെഷേഴ്സുള്ള മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു വിചാരിക്കുക. ഇത് 60, ദിസ് വൺ ഈസ് 30 ആൻഡ് ദിസ് ഈസ് 90. ഇതിൻ്റെ പേര് PQR. ഇതിൻ്റെ മെഷർ 4 എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സിൻ്റെ മെഷേഴ്സ് എങ്ങനെ കിട്ടും? അപ്പോൾ ഇപ്പോൾ പഠിച്ച ഐഡിയ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഈ 4ൻ്റെ നേർ പകുതി ആയിരിക്കും ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2. അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു √3, ദാറ്റ് ഈസ് ദിസ് വൺ, 2 √3 ഇങ്ങനെ. ഓക്കെ, മറ്റൊരു ട്രയാങ്കിൾ എടുത്തു. ഇതേ മെഷേഴ്സുള്ള ട്രയാങ്കിൾ തന്നെ 60, 30, 90. ഇതൊരു 10 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 7 ആണെന്ന് വിചാരിക്കുക. 7 ആണെങ്കിൽ 7ൻ്റെ നേർ പകുതി 7/2 ആയിരിക്കുന്നത് ആ ഷോർട്ടസ്റ്റ് സൈഡ്. അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7/2 ഇൻറ്റു √3 അതായിരിക്കും 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ സ്മോളസ്റ്റ് സൈഡും പിന്നെ അതിനേക്കാൾ വലിയ സൈഡും, അതായത് രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണ്? 60, 30, 90. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് സൈഡാണ് തന്നു വിചാരിക്കുക. അങ്ങനെയാണെന്ന് ചെയ്താൽ മതി, അതിൻ്റെ ഡബിൾ എടുത്താൽ മതി ഇത് കിട്ടാൻ. അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇത് കിട്ടാൻ. ഈ സൈഡ് നമുക്കറിയാമെങ്കിൽ ഇതിന് ഡബിൾ എടുത്താൽ ഹൈപ്പോട്ടന്യൂസ് ആയി. ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതായി. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് സൈഡ് 5 ആണെന്ന് തന്നു വിചാരിക്കുക, 5. അപ്പോൾ നമുക്ക് മറ്റേ രണ്ടും കണ്ടെത്താൻ പറ്റും. 5ൻ്റെ ഡബിൾ ആയിരിക്കും ഇത്. 5നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും ഇത് 5√3. 5√3 ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ചെയ്യുന്നു. ഇത് 3 ആണെങ്കിൽ ദിസ് വിൽ ബി 6. 3 ആണെങ്കിൽ ദിസ് വിൽ ബി 3√3.
അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ എന്താ ചെയ്തത്, ഹൈപ്പോട്ന്യൂസ് അറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സ് എങ്ങനെ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രണ്ട് എക്സാമ്പിളിലും നമ്മൾ ഷോർട്ടസ്റ്റ് സൈഡ് അറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സും എങ്ങനെ കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത രണ്ട് എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സെയിം ആംഗിൾസ് ഉള്ള മറ്റൊരു ട്രയാങ്കിൾ 30, 90. ഇത് നമുക്കറിയാൻ വിചാരിക്കാം, ഇതറിയാം, ഇതൊരു 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ കിട്ടും? ഇവിടെ √3യെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 1 കിട്ടുക. √3 ഡിവൈഡ് ബൈ √3 = 1. എന്നിട്ട് ആ 1ൻ്റെ ഡബിൾ എടുത്താൽ ഈ സൈഡ് കിട്ടും. അപ്പോൾ ഈ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് സൈഡ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും, 10/√3 ആയിരിക്കും. 10/√3. ആ 10/√3ൻ്റെ ഡബിൾ എടുക്കുക. 10/√3ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 10/√3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 20/√3 എന്ന് കിട്ടും. 20/√3. അപ്പോൾ ഇത് എന്താണ്, 20/√3 ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നത് ഏതായിരുന്നു, ഈ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മെഷർ എത്ര ആയാലും അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടസ്റ്റ് സൈഡ് കിട്ടും. അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കിട്ടും. ഓക്കെ, ഒരു ഫിഗറും കൂടെ നമുക്ക് വരയ്ക്കാം. ഇവിടെയും അതേ മെഷേഴ്സ് തന്നെയാണ്, 60, 30, 90. ഓക്കെ, അപ്പോൾ ഇത് ഒരു 12 ആണെന്ന് വിചാരിക്കുക. 12. അപ്പോൾ 12/√3. 12/√3. അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 24/√3. മറ്റ് രണ്ട് സൈഡ്സിൻ്റെ മെഷേഴ്സ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു സൈഡ് നമുക്കറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് എക്സാമ്പിളിലൂടെ ഹൈപ്പോട്ന്യൂസ് അറിയാമെങ്കിൽ മറ്റ് രണ്ടും എങ്ങനെ കണ്ടെത്താം. ഈ രണ്ട് എക്സാമ്പിളിലൂടെ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് അറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സും എങ്ങനെ കണ്ടെത്താം. ഈ രണ്ട് ഫിഗറിലൂടെ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ മെഷർ അറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സിൻ്റെ മെഷേഴ്സ് എങ്ങനെ കണ്ടെത്തും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ട്രയാങ്കിളിൽ ആംഗിൾസ് എത്രയൊക്കെയായിരുന്നു, 45, 45, 90 ആയിരുന്നു. അതിലും ഇതേപോലെ തന്നെ പെർപെൻഡിക്കുലർ സൈഡ്സ് അറിയാമെങ്കിൽ എങ്ങനെയാണ് ഹൈപ്പോട്ന്യൂസ് കണ്ടെത്താമെന്നും ഹൈപ്പോട്ന്യൂസ് അറിയാമെങ്കിൽ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈ സൈഡ്സിൻ്റെ റേഷ്യോസ് എന്താണ് എന്ന് ചോദിച്ചു വിചാരിക്കും. സൈഡ്സിൻ്റെ റേഷ്യോസ്, ആദ്യത്തെ ട്രയാങ്കിൾ ഇതാണ്, 45, 90. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ √2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുത്തു വിചാരിക്കുക, ABC എന്ന് പേര് കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ സൈഡ്സാണ്. അപ്പോൾ AB BC AC. ഈ മൂന്ന് സൈഡ്സിൻ്റെ മെഷേഴ്സ് തമ്മിലുള്ള റേഷ്യോ 1, 1, √2. ഓക്കെ, അപ്പോൾ 1:1:√2 ആയിരിക്കും ഈ മൂന്ന് സൈഡ്സും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, $45, 90. ഇവിടെ 3, ഇത് 3, ഇത് 3, √2 എന്നിരിക്കാം. അപ്പോൾ എന്താണ് റേഷ്യോ ഇത് തന്നെ ആയിരിക്കും. എങ്ങനെ, 3:3:3 എന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ കോമൺ ഫാക്ടർ നമുക്ക് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 3 എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ 3/3 = 1, 3/3 = 1, 3/3 = 1, 1 × √2. അപ്പോൾ ഇതായിരിക്കും റേഷ്യോ.
അപ്പോൾ മെഷേഴ്സ് ഡിഫറൻ്റ് ആവാം. ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെയും ഹൈപ്പോട്ടന്യൂസിൻ്റെയൊക്കെ മെഷേഴ്സ് മാറാം. ഇവിടെ 1 ഉള്ളൂ, ഇവിടെയൊക്കെ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെഷേഴ്സിൽ ചേഞ്ചസ് വന്നാലും റേഷ്യോ എപ്പോഴും തന്നെ ആയിരിക്കും 1:1:2 ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമ്മളിപ്പം പഠിച്ച 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി മെഷേഴ്സ് ഉള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും റേഷ്യോ എന്ന് നോക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഞാനൊന്നുകൂടെ പറയുന്നത് മാത്രം. ഇത് 30 ഡിഗ്രി, ദിസ് വൺ ഈസ് 60 ഡിഗ്രി, ദിസ് ഇസ് 90. അപ്പോൾ നമ്മൾ ഇതിന് പേര് കൊടുക്കുന്നു ABC എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റുള്ള 1 ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റുള്ളത് √3 ആയിരിക്കും എന്നാണ്. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? BC ആണ്. ഓക്കെ, പിന്നെ അതിനേക്കാൾ വലുത് ഏതാണ്? BE ആണ്. പിന്നെ അതിനേക്കാൾ വലുത് AC ആണ്. നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പേര് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ 30 ആയതുകൊണ്ട് അതിനെതിരെയുള്ള സൈഡാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ആ ഷോർട്ടസ്റ്റ് സൈഡ് നമ്മൾ ആദ്യം എഴുതുന്നു AB = പിന്നെ അതിനേക്കാൾ വലുത് BC, പിന്നെ അതിനേക്കാൾ വലുത് AC. ഓക്കെ, ഈ 3 സൈഡ്സും തമ്മിലുള്ള റേഷ്യോ, അതിൻ്റെ മെഷേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് എത്രയാണ്? 1 ആണ്, അടുത്തത് √3 ആണ്, അടുത്തത് 2 ആണ്. സോ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ്. ഏത് ട്രയാങ്കിൾ എടുത്താലും, അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിളുള്ള ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഷോർട്ടസ്റ്റ് സൈഡ്, പിന്നെ അതിനേക്കാൾ വലിയ സൈഡ്, പിന്നെ ഹൈപ്പോട്ടന്യൂസ്, ഈ 3 സൈഡ്സും ആ ഓർഡറിൽ എടുത്താൽ അവയുടെ നീളങ്ങൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും 1:√3:2 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ എടുത്ത് ഇതേ മെഷേഴ്സ് ഉള്ള 30 60 90. അപ്പോൾ ഇവിടെ ഇത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ഇത് 5√3 ആയിരിക്കും. അപ്പോൾ നമ്മൾ റേഷ്യോ എഴുതിയാൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്, ദാറ്റ് 5:2, പിന്നെ അതിന് ശേഷം വരുന്നത് 5√3:2, പിന്നെ 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 × 2 ആണ് 10. അപ്പോൾ 5 ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയൊക്കെയാണ് കിട്ടുക? ഇവിടെ 5/5 1, ഇവിടെ 1 × √3, ഇവിടെ 2 എന്ന് കിട്ടും. അപ്പോൾ മെഷേഴ്സ് ഡിഫറൻ്റ് ആണെങ്കിലും അവസാനം കിട്ടുന്ന റേഷ്യോ സെയിം ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഈസ് 1:1:2. സോറി, ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഈസ് ഈക്വൽ ടു 1:1:2. ഇനി ആംഗിൾസ് ആർ 30 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ദെൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഈസ് 1:√3:2 എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ ഇപ്പം ഞാൻ കാണിച്ചിരുന്നതിലൊക്കെ എന്താണ്, ഒരു സൈഡിൻ്റെ മെഷർ നമുക്ക് ആവശ്യമുള്ളൂ. സാധാരണഗതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിൻ്റെ മെഷർ അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡിൻ്റെ മെഷർ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട്, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാണുക. അപ്പോൾ 2 സൈഡ്സിൻ്റെ മെഷർ മസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, അപ്പോഴേ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ 2 ട്രയാങ്കിളിലും, അതായത് 45 45 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 30 60 90 ഡിഗ്രി ആംഗിൾസുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് 3 സൈഡ്സിൻ്റെ 3-ൽ 2 സൈഡ്സിൻ്റെ മെഷേഴ്സിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മെഷർ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് 2 സൈഡ്സിൻ്റെയും മെഷേഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിളിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമുക്ക്
പറയാം. ഇതിൻ്റെ ആപ്ലിക്കേഷനെ കാണിക്കുന്നതാണ്. ഈ പഠിച്ച ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾ മെഷേഴ്സ് ഉള്ള ട്രയാങ്കിൾ തന്നാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടെത്താൻ സാധിക്കും. എല്ലായ്പ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നതല്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ പേജ് 101 ഒരു എക്സാമ്പിളാണ്. ഓക്കെ, 101 ഒരു എക്സാമ്പിൾ കാണാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒന്ന് 45, മറ്റൊന്ന് 30, പിന്നെ ഇത് 105 ആണ്. 105. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ? അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ 45 90 അല്ലെ 30 60 90 അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസാണ് തന്നത്. പക്ഷേ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. ആ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ വലിയ ആംഗിളായിട്ടുള്ള ഈ 30 45 ഒക്കെ നേരത്തെ നമുക്ക് പരിചയമുള്ള ആംഗിൾസാണ്, കഴിഞ്ഞ ഡിസ്കഷനിൽ വന്ന ആംഗിൾസാണ്. ആ വരാത്ത ഒരു ആംഗിളായിട്ട് 105 ഈ വെർട്ടെക്സിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 90 ആൻഡ് ദിസ് വിൽ ബി 90. അപ്പോൾ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഈ റൈറ്റ് ട്രയാങ്കിളിൽ 30യും 90യും രണ്ട് ആംഗിൾസ് വന്നു. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ എപ്പോഴും 180 കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. 60 ആയിരിക്കും. അതേപോലെ ഇവിടെയും 45 90 വന്നതുകൊണ്ട് പിന്നെ ബാക്കി വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. അപ്പോൾ ഇത് 45 ആണ്, ഇത് 60 ആണ്. അങ്ങനെയാണ് 45 + 60 = 105 എന്ന് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിളിനെ നേരത്തെ പഠിച്ച 30 60 90 ആയതുകൊണ്ട് 1:√3:2 എന്നുള്ള റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടും, ഇവിടെ 45 45 90 ആയതുകൊണ്ട് 1:1:√2 എന്നുള്ള റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, ഈ സൈഡ്, ആ സൈഡിൻ്റെ മെഷർ 45 ആണ്. ഈ സൈഡിൻ്റെ മെഷർ നമ്മൾ എക്സ് എന്ന് എടുക്കുക. എക്സ് എന്നെടുക്കുന്നു. എക്സ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 45 45 90 ആണ്. അപ്പോൾ ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡും എത്രയായി മാറും? എക്സ് ആയി മാറും. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഇത്. അപ്പോൾ x×√2 ആയിരിക്കും ഈ സൈഡ്. ഓക്കെ, പിന്നെ ഈ ട്രയാങ്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 60 90 ആണ് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഈ x×√3 ആയിരിക്കും. അപ്പോൾ x×√3 എന്ന് ഇവിടെ കിട്ടി. ഓക്കെ, പിന്നെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എത്രയാണോ അതിൽ ഡബിൾ ആയിരിക്കും ഏത്? ഹൈപ്പോട്ടെന്യൂസ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ദിസ് വിൽ ബി 2x. അപ്പോൾ ഈ 3 സൈഡ്സിൻ്റെയും മെഷേഴ്സ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ വരയൊക്കെ വരയ്ക്കുന്നതിന് മുമ്പുള്ള തന്നിരിക്കുന്ന ട്രയാങ്കിൾ നോക്കുക. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എത്രയാണ്? √2x. x×√2 എന്ന് പറഞ്ഞാൽ √2x. ഓക്കെ, പിന്നെ 60 ഇല്ല. ഈ വലിയ ട്രയാങ്കിൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആംഗിൾ 30 ആണ്, സ്മോളസ്റ്റ് ആംഗിൾ 30 ആണ്. പിന്നെ അതിനേക്കാൾ വലിയ ആംഗിൾ ഏതാണ്? 45. അപ്പോൾ 45ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 2x. ഓക്കെ, അപ്പോൾ 2x. പിന്നെ മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. 105ന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എക്സും ഇവിടുന്ന് ഇങ്ങോട്ട് x×√3 ആണ്. ഓക്കെ, അപ്പോൾ x + x×√3 അല്ലെങ്കിൽ x + √3x എന്ന് പറയാം. ഓക്കെ, x + √3x. ഇതാണ് റേഷ്യോ ഓഫ് സൈഡ്സ്. ഓക്കെ, റേഷ്യോ. പക്ഷേ റേഷ്യോ പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ഫോമിലേക്ക് നമ്മളതിനെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ
എക്സ് പ്ലസ് റൂട്ട് 3x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, രണ്ടിലും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് കോമൺ ഫാക്ടറാണ്. ആ എക്സ് നമുക്ക് പുറത്തേക്ക് എഴുതാം. ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എക്സ് ഇൻറ്റു 1 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? 1 ആണ്. ഇവിടെ റൂട്ട് 3 ഇൻറ്റു എക്സിൽ എക്സ് ആണ് നമ്മൾ പുറത്തേക്ക് എഴുതിയത്. അപ്പോൾ എക്സ് ഇൻറ്റു 1 എക്സ്, എക്സ് ഇൻറ്റു റൂട്ട് 3 എക്സ് എന്നായി മാറും. ഓക്കെ, രണ്ടും നമ്മൾ കോമൺ ഫാക്ടർ എടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതേണ്ടി വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് എഴുതാം. ഇതിനെ 1 പ്ലസ് റൂട്ട് 3 എന്ന് മാറ്റി എഴുതാം. ഇതിൽ നിന്ന് ഈ രണ്ടിൽ നിന്നും എക്സ് പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2x റൂട്ട് 2x. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എല്ലാത്തിനെയും നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് റൂട്ട് 2 ആണ്. ഇവിടെ 2 ആണ് കിട്ടുക. ഇവിടെ 1 പ്ലസ് റൂട്ട് 3 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ 3 സൈഡ്സും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ 3 സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്കിവിടെ കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30, 60, 90 ആണോ? അല്ല. 45, 45, 90 ആണോ? അല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസാണ് തന്നിരുന്നത്. 30, 45, 105 ആണ് തന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തു? ഇതിനെ 2 ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്ത് മറ്റേ ട്രയാങ്കിൾസിലേക്ക് കൊണ്ടുവന്നു. 30, 60, 90, 45, 45, 90 ആംഗിൾസുള്ള ട്രയാങ്കിൾസിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെയുള്ള റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ചില ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഈ പറയുന്ന ആംഗിൾസ് അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരൊറ്റ എക്സാമ്പിൾ കൂടെ അതേ പേജിൽ തന്നെ ഉണ്ട്. 102ൽ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. അത് നമുക്കൊന്ന് പറയാം. പേജ് 102 ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നു. എന്നിട്ട് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് അറിയാം, അതിൻ്റെ ഹൈറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഹൈറ്റ് കാണാം. അപ്പോൾ ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹൈറ്റ് കാണാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സൈഡ് 2 എന്ന് തന്നിട്ടുണ്ട്. 2 അല്ല 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കാണും. അപ്പോൾ ഹൈറ്റ് കാണാൻ വേണ്ടി ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും 60 ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നു. ഇതാണ് ഹൈറ്റ്. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് 60, ഇത് 90 ആണെങ്കിൽ ദിസ് വിൽ ബിക്കം വാട്ട്? 30 ആയി മാറും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈപ്പോട്ട്ന്യൂസാണ്. ഹൈപ്പോട്ട്ന്യൂസ് 4. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 4ൻ്റെ നേരെ ഹാഫാണ്. അപ്പോൾ 2 കിട്ടി. ഇനി ഈ 2നെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടും. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? 2 റൂട്ട് 3 ആണ്. 2 റൂട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. ഓക്കെ, സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഒരു സൈഡ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടെത്താൻ നമുക്ക് ഇങ്ങനെ ഈ റേഷ്യോസ് ഉപയോഗപ്പെടുത്തി കണ്ടെത്താമെന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലായി. ഓക്കെ, ഇനി പേജ് 103ൽ ഇപ്പോൾ പഠിച്ച ഈ റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ഡേ.